ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ കൃഷിസ്ഥലത്തുനിന്ന് പറിച്ച ഇലകളെല്ലാം കൂടി നമുക്കൊരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഇല ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു സവാളയും കൂടെ അരിഞ്ഞ്, പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ മുറ്റത്തുനിന്ന് തന്നെ പറിച്ച ഉണ്ടമുളകും കാന്താരിയൊക്കെ ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനോട് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1/4 സ്പൂണ് ചെറുജീരകം കൂടെ ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. അപ്പം നമ്മളിതിപ്പോൾ നല്ലവണ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിഞ്ഞു വെച്ച ഇലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കൊരു ചീനിച്ചട്ടി വെച്ച ശേഷം ചീനിച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട്, പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുകൊക്കെ പൊട്ടുന്ന സമയത്ത് നമുക്ക് ഈ തോരൻ നമ്മൾ അരച്ച് വെച്ച എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് കൈ കൊണ്ട് ഞെരടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതേ പരുവത്തിൽ നല്ല രീതിയിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് കുറേശ്ശെ ഇട്ട് കഴിഞ്ഞ ശേഷം ഇതെല്ലാം ഒന്ന് ഒരു സ്പൂണ് വെച്ച് ഒന്ന് നല്ലോണം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം എല്ലായിടത്തും ആ എണ്ണമയമൊക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുത്ത ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അടച്ച് വെച്ച ശേഷം ഇത് തുറക്കുമ്പോൾ ഇത് പകുതി കുക്കായിട്ടുണ്ട്. കാരണം ഇലവർഗ്ഗങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ആവി മതി അത് വേവാൻ വേണ്ടി. അപ്പം ഇത് ഓൾറെഡി കുക്കായിട്ടുണ്ട് പകുതി. അപ്പോൾ ഇനി ഇത് തുറന്ന് വെച്ച് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.